ഭൂമി എന്ന മഹാവിസ്മയം സൗരയൂഥത്തിലെ വളരെ ചെറിയ ഒരു ഗോളമാണ്. സൂര്യന്റെ വലിപ്പം ഭൂമിയുടെ 15 ലക്ഷം ഇരട്ടി വരുമത്രേ. പരസഹസ്രം നക്ഷത്രങ്ങൾക്കിടയിൽ ചെറുതാണ് പോൽ. ഹൈഡ്രജൻ കത്തി ഹീലിയമാകുന്ന പ്രതിഭാസം തുടർന്നുകൊണ്ടിരുന്ന അഗ്നിഗോളമായ സൂര്യൻ കോടാനുകോടി നക്ഷത്ര സമൂഹങ്ങൾ ഉൾക്കൊള്ളുന്ന കോടാനുകോടി ഗാലക്സികൾ, പരശതം ഗാലക്സികൾ ഉൾക്കൊള്ളുന്ന സൗരയൂഥം. ചെറുതും വലുതുമായ ഓരോ ഗോളവും പ്രകാശവേഗതയേക്കാൾ ഭയാനകമായ സ്പീഡിൽ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ഏതെങ്കിലും ഒന്ന് മറ്റൊന്നിനോട് ഉരസിപ്പോയാൽ പ്രപഞ്ചം മുഴുവൻ നിമിഷങ്ങൾക്കകം ചാരമാകും. ഇത്രയും കൃത്യമായി അവയെ നിയന്ത്രിക്കുന്ന നിയന്ത്രിതാവാരാണ്? കത്തിജ്വലിക്കുന്ന സൂര്യകിരണം ഭൂമിയിൽ പതിക്കുമ്പോഴാണ് സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണം നടത്തുന്നത്. എന്നാൽ അതേ സൂര്യനിൽ നിന്ന് വരുന്ന അൾട്രാ വയലറ്റ് എക്സ്റേ രശ്മികൾ ഭൂമിയിൽ പതിക്കുന്നില്ല. ഓസോൺ പാളിയാണത്രേ ഇതിനെ തടയുന്നത്. ഈ സംവിധാനം ഒരുക്കിയത് ആരാണ്? ഇതിൻ്റെ പിന്നിൽ ആരാണ് പ്രവർത്തിക്കുന്നത്? സസ്യങ്ങൾ പുറന്തള്ളുന്ന ഓക്സിജൻ മനുഷ്യൻ ശ്വസിക്കുന്നു. മനുഷ്യൻ പുറന്തള്ളുന്ന കാർബൺ ഡൈ ഓക്സൈഡ് സസ്യങ്ങളും ശ്വസിക്കുന്നു. എത്ര കൃത്യമായ ബാലൻസിംഗ് ആണ് നടക്കുന്നത്! അതിനുഗൂഢമായ പ്രപഞ്ചിക പ്രതിഭാസങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലും തോറും നാം അന്തിച്ചു പോകും. അവയുടെ മഹാനായ സിട്ടാവിൻ്റെ മുമ്പിൽ നാം വിനീതദാസന്മാരായി മാറും. അറിയാതെ തന്നെ പറഞ്ഞു പോകും, സുബ്ഹാനല്ലാഹ്. ഇവയെല്ലാം കേവലം യാദൃശ്ചികമെന്ന് പറഞ്ഞു തള്ളുന്ന യുക്തിവാദിയെ നമുക്ക് വെറുതെ വിടാം. പാവം, അല്പം പോലും ചിന്താശേഷിയില്ലാതെ ഇല്ലാത്ത യുക്തി വാദിച്ചുണ്ടാക്കാൻ ശ്രമിക്കുകയാണല്ലോ എന്നോർക്കുമ്പോൾ സങ്കടം തോന്നുകയാണ്. അത്ഭുതകരമായ ഈ പ്രപഞ്ചത്തിൻ്റെ നിദാനം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അവിടത്തേക്ക് ആവശ്യമെങ്കിൽ പ്രകൃതിയുടെ നിയമം തന്നെ മാറി നിൽക്കുന്നതാണ്. പരലോകത്തെ അത്ഭുതങ്ങൾ അവിടുത്തെ മുമ്പിൽ അനാവൃതമാക്കപ്പെടുകയും ലോകസിട്ടാവിനെ തന്നെ കണ്ടിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുകയുണ്ടായിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു, ഒരു ദിവസം സൂര്യഗ്രഹണം സംഭവിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനങ്ങളെയും കൂട്ടി ഗ്രഹണ നിസ്കാരം നിർവഹിച്ചു. ദീർഘനിസ്കാരമായിരുന്നു. ഒന്നാം റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ബക്കറ പൂർണ്ണമായും ഓതി. സുദീർഘമായ നൃത്തം, ശേഷം നീണ്ട റുക്കൂഅ്, വീണ്ടും നീണ്ട നൃത്തം. പക്ഷേ നേരത്തേതിനേക്കാൾ ദൈർഘ്യം കുറഞ്ഞതാണ്. അങ്ങനെ 2 റക്അത്ത് നൃത്തം, റുക്കൂഅ്, സുജൂദ് എല്ലാം ദൈർഘ്യമേറിയതാണ്. പക്ഷേ ഓരോന്നും തൊട്ടു മുമ്പുള്ളതിനേക്കാൾ ചുരുങ്ങിയതാണ്. ഓരോ റക്അത്തിലും ഈ 2 നൃത്തം, റുക്കൂഅ് എന്നിവ. നിസ്കാരശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പ്രഭാഷണത്തിനായി എഴുന്നേറ്റ് നിന്നു. പ്രൗഢമായ പ്രഭാഷണം, കൽബിൽ നിന്ന് കൽബിലേക്കുള്ള പ്രഭാഷണം. ജനങ്ങളെ, സൂര്യചന്ദ്രന്മാർ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. ഒരാളുടെയും ജനനമോ മരണമോ നിമിത്തം അവക്ക് ഗ്രഹണം സംഭവിക്കുകയില്ല. ഗ്രഹണം നടന്നാൽ ഇതുപോലെ നിങ്ങൾ അള്ളാഹുവിനെ സ്മരിച്ച് നിസ്കാരം നിർവഹിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുഞ്ഞിളം പൈതലായ മകന്റെ മരണ ദിവസമായിരുന്നു ഗ്രഹണം. അതു നിമിത്തം ചിലരൊക്കെ ധരിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുത്രന്റെ വിയോഗമാണ് ഗ്രഹണത്തിന് കാരണമെന്ന്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രഭാഷണത്തിലൂടെ ആ ധാരണ തിരുത്തുകയാണ്. നിസ്കാരത്തിനിടെ അസാധാരണമായ ചില നീക്കങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്വഹാബത്ത് ശ്രദ്ധിച്ചു. അവിടുന്ന് അല്പം മുന്നോട്ട് നീങ്ങി. ശേഷം അത്യാവേശപൂർവം എന്തോ കൈ എത്തിപ്പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. പിന്നീട് ശ്രമം ഉപേക്ഷിച്ച് പിന്നോട്ട് തന്നെ തിരിച്ചു വന്നു. നിസ്കാരശേഷം അതിനെക്കുറിച്ച് സ്വഹാബത്ത് അന്വേഷിച്ചു. അവിടുന്ന് പറഞ്ഞു, ആസ്വാദനങ്ങളുടെ നിറപ്പകിട്ടാർന്ന സ്വർഗലോകം ഞാൻ കണ്ടു. കാഴ്കനികൾ നിറഞ്ഞു തൂങ്ങുന്ന പഴത്തോട്ടങ്ങളുണ്ടതിൽ. പഴുത്ത് പാകമായ മധുര മുന്തിരിക്കുല. ഞാനതിൽ ശ്രദ്ധിച്ചുപോയി. അതിൽ നിന്നൊന്ന് പറിക്കാൻ വേണ്ടി ഞാൻ കൈനീട്ടി. പിന്നീട് വേണ്ടെന്ന് വെച്ചു. അതെടുത്തിരുന്നുവെങ്കിൽ ലോകാവസാനം വരെ നിങ്ങൾക്കും ശേഷം വരുന്നവർക്കും അത് തന്നെ മതിയാകുമായിരുന്നു. പിന്നീട് ഞാൻ ഭീതിതമായ നരകത്തെ കാണുകയുണ്ടായി. മുമ്പൊന്നും കാണാത്ത വിധം ഭീകരമായിരുന്നു ആ കാഴ്ച. നരകവാസികളിൽ അധികവും സ്ത്രീകളാണ്. ഞെട്ടലോടെയാണ് സ്വഹാബത്ത് ആ വിവരം കേട്ടത്. അവർ ചോദിച്ചു,
സ്ത്രീകൾ കൂടുതലായി നരകത്തിലെത്താൻ എന്താണ് കാരണം നബിയേ എന്ന് ചോദിച്ചപ്പോ അവിടുന്ന് അരുളി, ഭർത്താക്കന്മാരോട് അവർ കാണിക്കുന്ന നന്ദികേടാണ്. വർഷം മുഴുവൻ സുഭിക്ഷമായ ഭക്ഷണം നൽകിയിട്ടുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു ദിവസം അളവ് കുറഞ്ഞു പോയാൽ ഇത്രയും നാൾ നൽകിയത് കാണാതെ കുറഞ്ഞ ദിവസം പ്രത്യേകം എടുത്തു പറയുന്ന സ്ത്രീകളുണ്ട്. അത് കാരണമാണ് അവർ നരകത്തിൽ അധികരിക്കാൻ ഉണ്ടായ സംഭവം എന്ന് റസൂലുള്ളാഹി തങ്ങൾ അവിടുന്ന് വിശദീകരിക്കുകയാണ്.